സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. സ്വർഗസ്ഥനായ പിതാവേ, എൻ്റെ ഈ പ്രാർത്ഥന സ്വീകരിക്കും. തണ്ട, മുണ്ട, മുണ്ടശ്ശേരി എന്ന് വിളിച്ച സഭകൾ ചെങ്കൂറ്റമലൂർ ഇടതുപക്ഷ പ്രസ്ഥാനം ഇവിടെ ഭരിക്കുന്നുണ്ട്. ഇന്ന് BJPയുടെ കയ്യിലേക്ക് പോകുന്ന സഭ എന്ത് നേട്ടമാണ് നേടാൻ പോകണമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾ പഠിക്കില്ല. ഇടതുപക്ഷമില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇന്ന് നിങ്ങളിവിടെ കിടന്ന് ദണ്ഡിച്ചേന്. ഇത്രയും ദ്രോഹം ചെയ്ത ക്രിസ്ത്യ സഭയുടെ കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയൊക്കെ എന്നിട്ടും നിങ്ങൾ പഠിച്ചില്ല. നിങ്ങൾക്ക് പഠിക്കില്ല. ഇതിനുള്ള മറുപടി ദൈവം വെള്ളയിടിച്ച കുഴിമാടങ്ങളെപ്പോലെ നിങ്ങളിവിടെ ദണ്ഡിക്കും. ബൈബിൾ പറഞ്ഞ അച്ചിട്ടമായി സംഭവിക്കാൻ പോണു. ദൈവം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കാൻ പോവുക. സത്യം സത്യം സത്യം. ഇത് വെറുതെ പറയണതല്ല, ശരിക്കും ദൈവത്തെ അറിഞ്ഞിട്ട് പറയണതാണ്. പരിശുദ്ധമായ ബൈബിൾ ഉണ്ടായിട്ട് പോലും 1 മണിക്കൂർ കുർബാന എല്ലാം മാത്രം ഞങ്ങൾ പഠിച്ചുള്ളൂ അല്ലേ? അതിൽ അരമണിക്കൂർ ബൈബിൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ, അരമണിക്കൂർ സ്റ്റഡി ഏത് വിഷയത്തിലായും ചെയ്തെങ്കിൽ മനുഷ്യന് എന്തെങ്കിലും അറിവുണ്ടായാൽ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലായാൽ പിന്നെ അച്ഛന്മാരെ ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ മതങ്ങളെ ആവശ്യമില്ല എന്ന് ഒരു ടോപ്പിക്ക് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആവില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കില്ല. ആവും, സ്വർഗത്തിലെ പോലെ ഭൂമിയിലാവും. യേശു പറഞ്ഞത് അച്ചിട്ട് സംഭവിക്കാമാണ്. യേശു എന്തിനു വേണ്ടി മരിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല. യേശു എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയില്ല. യേശു എന്തിനു വേണ്ടി നമുക്ക് വേണ്ടി മരിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. നമ്മുടെ പാവങ്ങൾ, ആദം ചെയ്ത പാവങ്ങൾ, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്നിരുന്നാലും ആതിർത്താലും ആരെണ്ണ തകർക്കാൻ ശ്രമിച്ചാലും ഞാൻ തകരില്ല. ദൈവമേ, ഇവർക്ക് ഇന്ന് DYFI തീരുമാനമെടുത്ത്, അത് ചങ്കുറ്റമുള്ള തീരുമാനമാണ്. ആ DYFIന് ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.